ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രം അതുപോലെ ശമ്പളം കൂട്ടി കൊടുക്കുകയും ആവശ്യത്തിൽ കൂടുതൽ, കാരണം നമ്മുടെ നിന്നെല്ലാം ടാക്സ് മേടിച്ചിട്ടാണ് ഇവർക്ക് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതിനൊരു മാറ്റം വരുന്നില്ല? മിനിമം ഒരു 25,000 30,000 പെർ ഡേ ഒരു 1,000 കിട്ടുന്ന രീതിയിലെങ്കിലും നമുക്ക് നിന്നിട്ടേ കാര്യമുള്ളൂ. ഒരു വഴിക്കിറങ്ങിയാൽ നമുക്ക് മിനിമം ഒരു 500 രൂപ 600 രൂപ എങ്ങനെ ഒരു വീട്ടിൽ ഒരു പലചരക്കടയിൽ ഒരു മിനിമം ഒരു സാധനം മേടിക്കാൻ തന്നെ അറിയാം എങ്ങനെ ഒരു 500,000 രൂപ ഒരു വ്യക്തിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങും. ഹായ്, അപ്പം ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും ഇപ്പം ഒരുപാട് ആൾക്കാർ പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലർ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർ ലേബേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർ ഫാമേഴ്സാണ്, പലരും പല കാറ്റഗറി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലയളവിൽ ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യം ഉപേക്ഷിച്ച് പുറത്തോട്ട് പോകുന്ന മറ്റ് രാജ്യങ്ങളിൽ ഒരു സെക്കൻഡറി പീപ്പിളിനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് സ്വന്തം നാട്ടിൽ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ തന്നെയും അവർക്ക് വേണ്ടത്ര ഒരു വേതനം നമ്മുടെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ടും തൊഴിലുകളില്ലാത്തത് കൊണ്ടും അവർ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി എടുക്കുകയാണ്, അവരുടെ കുടുംബം നോക്കാനായിട്ടും അവരുടെ ഭാവി സെക്യൂർ ആക്കാനും എല്ലാത്തിനും വേണ്ടി. പിന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് പുറത്തേക്ക് സ്റ്റഡീസിന് വേണ്ടി പോകുന്നുണ്ട്, ഒരു നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഈ പുറം രാജ്യങ്ങളിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം എനിക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കിവിടെ റിസോഴ്സസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് കേരളം മാത്രം എടുക്കാം കേട്ടോ, നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ ഞാൻ നോക്കുന്നില്ല. കേരളം മാത്രം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എന്തോ ഇല്ലാത്ത, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഉണ്ട്, ഫുഡിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, വെൽത്തി ആയിട്ടുള്ള ലൈഫുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെ എന്തു പറയുന്നത്, നമുക്ക് നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും യുവതലമുറ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു നല്ലൊരു ചെറുപ്പക്കാർ ഇപ്പോഴും അവിവാഹിതരായിട്ട് തന്നെ തുടരുകയാണ്. അപ്പം മിക്കവർക്കും വേണ്ടത് ഡിമാൻഡാണ്, ആക്ച്വലി ഒരു ഗവൺമെൻറ് ജോലി വേണം, നല്ല കരിയർ സെക്യൂർ ആയിട്ടൊരു വ്യക്തി. അത് ഗവൺമെൻറ് ജോലിയാണ് അത്രത്തോളം സെക്യൂർ ആയിട്ടുള്ളതെന്നാണ് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസം. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല. ഗവൺമെൻറ് ജോലി കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, ലൈഫ് സെക്യൂറാണ്, ഒരുപാട് ആനുകൂല്യങ്ങളും പിന്നെ പണമുണ്ടാക്കാൻ ലീഗലി അല്ലാത്ത പല വഴികളും അതിനകത്തുകൊണ്ട് താനും. ഒരുപാട് പേര് ആ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, ചിലർ പിടിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ പല പല സാധ്യതകളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പം ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളം പുറത്ത് ഖത്തറിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പം അതൊരു എഞ്ചിനീയറിംഗ് ഫീൽഡായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു. കോവിഡ് വന്നതിന് ശേഷമാണ് പിന്നീടും എനിക്ക് തോന്നി ഇപ്പം ഒരു വീട്ടിലൊരു അതിഥിയെ പോലെ വരുന്നൊരു സിറ്റുവേഷനാണ് എനിക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് മാറി ചിന്തിക്കുകയും നാട്ടിലൊരു ജോലി എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം. കാരണം ഈ ഒരു പ്രായത്തിലെങ്കിലും നിന്നെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ലോങ് ടൈമിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കെങ്കിലും നാട്ടിലൊരു സെറ്റപ്പ് ആവൂ എന്നൊരു ചിന്ത എനിക്ക് തന്നെ തോന്നിയുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും നാട്ടിലൊരു ജോലിക്ക് കയറുകയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഗൾഫിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവിടെ ഒരു മിനിമം വേതനം എന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം യൂറോപ്പ് എടുക്കുവാണെങ്കിൽ ശരി, കാനഡ അല്ലെങ്കിൽ പുറത്ത് പോകുന്നിടത്തെല്ലാം ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ജോലി പരസ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത് കേട്ടോ. 10,000 15,000 ഈ റേഞ്ചിലാണ് ഈ നമുക്കൊരു തൊഴിൽ അവസരങ്ങളുടെ വേദി എടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു സെറ്റപ്പാണ്. 10,000 15,000 ചോദിക്കുന്നത് എക്സ്പീരിയൻസ്, 5 വർഷം 10 വർഷം എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഡിഗ്രി, BCom. ഐ മീൻ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഒരു വളരെ ഇത്ര വില കുറച്ചാണ് ഒരാൾ പരസ്യം ഇടുന്നത് തന്നെ. അപ്പം ഇവർക്ക് ഇത്രത്തോളം ഒരു കോൺഫിഡൻസ് ആണ്, ഇപ്പോൾ ഇവൻ ഈ ശമ്പളം കൊടുത്താൽ മതി എന്നൊരു കൺസെപ്റ്റാണ് ഈ ജോലി ദാതാവിന് പോലും ഉള്ളത്. അതെന്തുകൊണ്ടാണ് അതിലൊരു മാറ്റം വരുത്താത്തതെന്ന് എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരു സംശയമാണ്. ഒരു മിനിമം വേതനം ഇത്ര ആക്കണം, ഇത് തന്നെ ആയിരിക്കണം ഒരു കമ്പനിയിൽ ഒരു ജോലി കൊടുക്കുമ്പോൾ. ആ തൊഴിലിന് മിനിമം ഇത്ര രൂപ ശമ്പളം ഉണ്ടായിരിക്കണം എന്നൊരു നിയമം എന്തുകൊണ്ട് പാസ്സാവുന്നില്ല? അതെൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സംശയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കിത് വളരെ ഒരു അൺയൂഷ്വലായിട്ടൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ പണ്ടത്തെ ചിലവല്ല ഇപ്പം ഏകദേശം ഒരു എന്തു പറയുന്നത്, അവശ്യ സാധനങ്ങൾ പോലും നമ്മളൊരു 5 വർഷം മുമ്പത്തെ അല്ല ഇപ്പോൾ ഉള്ള നമ്മൾ സാധനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന തുക. അതേപോലെ തന്നെ ജീവിത ചെലവും കൂടിയിട്ടുണ്ട്. നമുക്ക് ഈ ശമ്പളം മാത്രം എന്തുകൊണ്ട് കൂടുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയ സംശയമാണ്. ഒരു സെക്കൻഡ് ക്ഷമിക്കണം, എനിക്ക് ഒരാൾ വന്നിങ്ങനെ എന്താ പറയുക സംശയം ചോദിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം എൻ്റെ ഒരു സംശയമാണത്, എന്തുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരും തന്നെ ഈ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് ശമ്പളം കൂടണ്ട എന്നൊരു കൺസെപ്റ്റിൽ തന്നെ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം? പ്രൈവറ്റിലുള്ളവർക്കും ജീവിക്കണ്ടേ? ഇപ്പോൾ ഈ ഒരു പ്രൈവറ്റോ ഗവൺമെൻറ് ഭേദമന്യേ പുറം രാജ്യങ്ങളിലും മറ്റുള്ളിടത്തും ഇതുപോലെ ശമ്പളം
അത്യാവശ്യം ഡീസൻ്റായിട്ട് കൊടുക്കണമെന്ന് ഒരു ചട്ടം ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അത്യാവശ്യം മിനിമം ശമ്പളം എല്ലാത്തിനും വെക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പോലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്താൽ പോരെ ഇതേപോലെ. അപ്പോൾ ഈ 10,000 15,000 എന്നൊക്കെ ഉള്ളത് മാറ്റി അതിൻ്റെ ഒരു മിനിമം 25,000 30,000 പെർ ഡേ ഒരു 1,000 കിട്ടുന്ന രീതിയിലെങ്കിലും നമുക്ക് നിന്നിട്ടേ കാര്യമുള്ളൂ. ഒരു വഴിക്കിറങ്ങിയാൽ നമുക്ക് മിനിമം ഒരു 500 രൂപ 600 രൂപ എങ്ങനെ ഒരു വീട്ടിൽ ഒരു പലചരക്കടയിൽ ഒരു മിനിമം ഒരു സാധനം മേടിക്കാൻ തന്നെ അറിയാം എങ്ങനെ ഒരു 500,000 രൂപ ഒരു വ്യക്തിക്ക് കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒരു കുടുംബമൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 4 അംഗം ഉണ്ടെങ്കിൽ 4 പേരുടെ ആവശ്യങ്ങൾ നിറവേറണ്ടേ. അപ്പോൾ ഈ ഒരു ശമ്പളം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ജീവിതം ഒരു കുടുംബത്തിൽ ഒരു അംഗങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അപ്പോൾ ഇതിനെന്തുകൊണ്ട് ഒരു മാറ്റം വരുന്നില്ല? ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രം അതുപോലെ ശമ്പളം കൂട്ടി കൊടുക്കുകയും ആവശ്യത്തിൽ കൂടുതൽ, കാരണം നമ്മുടെ നിന്നെല്ലാം ടാക്സ് മേടിച്ചിട്ടാണ് ഇവർക്ക് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതിനൊരു മാറ്റം വരുന്നില്ല? എനിക്ക് കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നൊരു ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതേപറ്റി പറയാനുണ്ടെങ്കിൽ പറയുക. ഇത് കുറേ നാളായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്നത് തൻ്റെ ഇടമുള്ള കുറച്ച് നേതാക്കന്മാരും ഭരണകൂടം ഉണ്ടെങ്കിൽ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല. എനിക്കൊരു പണ്ടൻ ചിന്താഗതിയൊന്നുമല്ല. നിസ്സാരമായിട്ട് ഇത് മാറ്റാവുന്നേ ഉള്ളൂ. ഇന്നൊരു നിയമം വരുത്തിക്കൂടെ? എന്തുകൊണ്ട് ഈ ഒരു മിനിമം ശമ്പളം ഇന്നതായിരിക്കണം തൊഴിൽ കൊടുക്കേണ്ടത്? ഇത് താഴ്ന്നു കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന കമ്പനികൾക്കോ അല്ലെങ്കിൽ എന്തിനോ തൊഴിൽദാതാവിനുകൾക്ക് അവർക്ക് വേണമെങ്കിൽ അതിനുള്ളൊരു പെനാൽറ്റിയോ പെറ്റിയോ കൊടുക്കാവുന്നതാണ് നിസ്സാരമായിട്ട്. ഇത് വലിയ ശമ്പളമൊന്നും കൂട്ടണമെന്ന് പറയുന്നില്ല. മിനിമം ഈ 15-10 എന്നൊക്കെ കണ്ട് ആക്ച്വലി ഒരു വെറുപ്പായി പോവുക. കാരണം നമ്മുടെ യുവതലമുറ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഒരു ശമ്പളത്തിൽ ഗതികെട്ട് ഇങ്ങനെ പണിയെടുക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കഴിവുള്ളവരല്ലേ അവരുമെല്ലാം. അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കാനൊരു പ്രചോദനമാവണ്ടേ നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ നിയമവും കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുന്ന പോലെ കാര്യങ്ങളെല്ലാം വരണമെന്നാണ്. അതിനുവേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും എനിക്ക് ഇത് കുറേ കാലമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ദയവായിട്ട് എനിക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.